അനീതയുടെ കല്യാണത്തിൻ്റെ അന്ന് വെളുപ്പാകാലത്ത് 4 മണിക്ക് അവളെ വിളിച്ചുണർത്തി മേക്കപ്പിന് വേണ്ടിയിട്ട് ഇരുത്തിയിരിക്കുകയാണ്. ഞങ്ങളാണ് മേക്കപ്പ് ചെയ്യുന്നത്. ധന്യ പിറകെ വരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ തന്നെ ആദ്യമേ റെഡിയായിട്ട് ഇരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഇവളെ ഒരുക്കിയതിന് ശേഷം എനിക്ക് സമയം കിട്ടത്തില്ല. ധന്യ വരുന്ന സമയം കൊണ്ട് ഒരുവിധം തീർക്കാൻ നോക്കട്ടെ. അങ്ങനെ ഫൈനലി എൻ്റെ മോള് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അവൾക്ക് ചേരുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഇങ്ങനെ കയ്യും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവസാന നിമിഷം നഖം ഒട്ടിക്കും ക്യൂടെക്സ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് ഹെയറിൻ്റെ ബാക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് ഡ്രസ്സിനനുസരിച്ചുള്ള റോസ് പെറ്റലും ജിപ്സും കൂടെ മിക്സ് ചെയ്താണ് പൂവ് കെട്ടി വാങ്ങിക്കാൻ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മണ്ഡപത്തിലോട്ട് പോയി. മണ്ഡപത്തിലല്ല, അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിലെ താലികെട്ടും കഴിഞ്ഞിട്ട് നേരെ മണ്ഡപത്തിലോട്ടാണ് പോയത്. അങ്ങനെ അവിടെ ചെന്ന് കല്യാണ ചെറുക്കനെയും കൂട്ടരെയൊക്കെ സ്വീകരിച്ചതിന് ശേഷം പിന്നെ ഒരു കാര്യം, കുടുംബത്തിലെ കല്യാണം അടിച്ചു പൊളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് ബിസി ആയിരുന്നു മേക്കപ്പും കാര്യങ്ങളുമായിട്ടൊക്കെ. അതുകൊണ്ട് അടിച്ചു പൊളിച്ചോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും മംഗളമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.